നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിൽ നിന്നൊക്കെ സച്ചേട്ടൻ എന്താ മനസ്സിലായത്? താൻ 2 ദിവസത്തെ സമയം അവന് കൊടുത്തപ്പോ ആ 2 ദിവസത്തിനകം അവൻ വേറെന്തോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വേറെന്തോ അല്ല സച്ചേട്ടാ, ഞാനിത് സ്നേഹയോട് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കാത്ത രീതിയിൽ അവളെ അടുപ്പിക്കാനുള്ള ശ്രമമാ അവന്റേത്. ആ എങ്കി താൻ അവന് കൊടുത്ത വാക്ക് മറന്നേക്ക്. എന്നിട്ട് ACP വിളിച്ച് കാര്യം പറ. ഇത് മാത്രമല്ല, നമുക്കറിയാവുന്ന എല്ലാം പറയും. ഈ വിവാഹം മുടക്കാനും ധനുഷിനെ പറ്റി ഇവിടെ എല്ലാവരോടും അറിയിക്കാനും ഈ കാര്യം മാത്രമല്ല ഉള്ളത്. ഇതിലും വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ സച്ചേട്ടനിൽ നിന്ന് എന്നെ മറച്ചു വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? അത് സച്ചേട്ടന് സഹിക്കാനാവുന്നതിലും അപ്പുറം ആയതുകൊണ്ട്. സച്ചേട്ടൻ പോലും സഹിക്കാൻ പാടുപെടുന്നൊരു കാര്യം അച്ഛൻ അറിഞ്ഞാലുള്ള സ്ഥിതി എന്താവും? അവസാനത്തെ ഒരു തീർപ്പിന് വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്നൊരു കാര്യം അത്. ഇവിടെ അച്ഛൻ മാത്രമല്ല, നന്ദേട്ടനും ധനുഷിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതിൽ കൂടുതലായി സ്നേഹ. ഇപ്പൊ പിന്നെ നമ്മളോട് ദേഷ്യം അകൽച്ചയുണ്ടെന്ന് കരുതി അവരെ നമുക്ക് തകർക്കണോ? ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അവസാനം വരെ നമുക്ക് ശ്രമിച്ചു നോക്കാം. നിവർത്തിയില്ലെങ്കിൽ അതേ ഉള്ളൊരു മാർഗം. ഇതിപ്പോ താൻ കൊടുത്ത 2 ദിവസത്തിനകം ധനുഷ് ഇവിടുന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. 10 ദിവസത്തിനകത്താണ് വിവാഹം. ഒന്നുകില് താൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാരെയും വിഷമിപ്പിച്ച് അവസാനത്തെ ഒരു തീർപ്പ്, അല്ലെങ്കിൽ ഈ വിവാഹം നടക്കാതിരിക്കാനുള്ള മറ്റെന്തെങ്കിലും. അതിലൊന്ന് തീരുമാനിച്ചേ പറ്റൂ. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയട്ടെ. 11 ദിവസത്തിന് ശേഷം വിവാഹം എന്ന് പറഞ്ഞത് ജോത്സ്യൻ. അതേ ജോത്സ്യൻ ഇതിപ്പോ നടക്കില്ല എന്ന് പറഞ്ഞാലോ? അതെങ്ങനെ അർച്ചനെ? അയാള് നേരത്തെ ജാതകമൊക്കെ നോക്കി സമയം കുറിച്ച് നടക്കേണ്ട തീയതിയും പറഞ്ഞതല്ലേ? ആ സമയത്ത് കാണാത്ത ചില ദോഷങ്ങൾ പിന്നീട് വിശദമായിട്ട് നോക്കിയപ്പോ കണ്ടു എന്ന് പറയണം. അത് നമ്മൾ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ജോത്സ്യൻ തന്നെ പറയണ്ടേ? അതിനെന്ത് ചെയ്യും? നമുക്ക് നേരിട്ട് ചെന്ന് ജോത്സ്യനെ ഒന്ന് കാണാം. എന്നിട്ട് മുഴുവൻ സത്യങ്ങളും അദ്ദേഹത്തോട് പറയാം. ഈശ്വരാധീനമുള്ള ആളല്ലേ, സത്യം സത്യം പോലെ അദ്ദേഹത്തിന് മനസ്സിലാവാതിരിക്കില്ല. ഈ വിവാഹം ഇപ്പൊ നടന്ന ദോഷമാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് അച്ഛനോടൊന്ന് പറയിപ്പിച്ചാൽ മാത്രം മതി, നമുക്ക് ആവശ്യമുള്ള സാവകാശത്തിന്. ഇങ്ങനെയുള്ളവര് കള്ളം പറയോ? നല്ലതിനു വേണ്ടിയല്ലേ സച്ചേട്ടാ. അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹം അത് പറയുന്നതോടുകൂടി എത്ര ജീവിതങ്ങളാ രക്ഷപ്പെടുന്നത്. മാത്രമല്ല, നമ്മളും സത്യമായിട്ടുള്ള കാര്യമല്ലേ പറയുന്നുള്ളൂ. എങ്കിൽ ആ വഴിക്ക് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാല്ലേ? അതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.